സുഹൃത്തുക്കളെ, നമ്മൾ നോക്കാൻ പോകുന്നത് 2025 കേരള PSC ചോദിച്ച പ്രധാനപ്പെട്ട എക്സാമുകളിൽ ജോഗ്രഫിയുടെ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്, സാധാരണ ചോദ്യം വരുന്ന ആ പാറ്റേൺ അല്ലെങ്കിൽ സാധാരണ ചോദ്യം വരുന്ന സ്ഥലങ്ങൾ സോഴ്സുകളിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ടോ, ഇനി ഏതൊക്കെ മേഖലകളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് പ്രധാന സോഴ്സ് ആയിട്ട് നിങ്ങൾ ആദ്യമേ അവലംബിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ നോക്കുകയാണ്. ചില സംശയങ്ങളൊക്കെയാണ്. പുതിയ SCERT നിന്നാണോ ഫുള്ള് ചോദ്യങ്ങൾ വരുന്നത്, അതോ പഴയ SCERT ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ, ഇനി അത് നോക്കേണ്ട കാര്യമുണ്ടോ, രണ്ടിലും പോയിന്റുകൾ ഡിഫറന്റ് ആണോ, അതോ പുതിയ SCERT പഴയ SCERT പഴയ SCERT എല്ലാ പോയിന്റും ഉണ്ട്, കൂടെ കുറച്ച് അഡീഷണൽ പോയിന്റുകൾ വരുന്നതാണോ, ഇങ്ങനെ കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ള ഉത്തരം തെളിവുകൾ സഹിതം നമ്മൾ നോക്കാനായിട്ട് പോകുന്നു. അപ്പൊ ജോഗ്രഫിയുടെ പാർട്ട് എടുത്താണ് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലൂടെ പോവാം. ഒന്നാമത് ചോദ്യം ഈ പ്രാവശ്യം ASM ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ചോദ്യം കാണുമ്പോഴേ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ ഓപ്ഷനുകളിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നാണ്. ഇല്ല, അത് നമുക്ക് കുറച്ച് കാര്യം എളുപ്പമാവുന്ന പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ 1ഉം 2ഉം ശരി, 1ഉം 3ഉം ശരി, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിലും ഓരോന്ന് വീതമേ ഉള്ളൂ. അത് നമുക്ക് എന്തായാലും പ്രയോജനമാണ്. ഇനി കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിനെ വിളിക്കുന്ന പേര് അഭിവഹനം എന്നാണോ എന്ന് ചോദിച്ചാൽ വളരെയധികം ശരിയാണ്. അത് അഭിവഹനമാണ്. എക്സാക്ട്ലി അത് അഭിവഹനം തന്നെയാണ്. അഭിവഹനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അത് കറക്റ്റ് ആണ്. ഇനി ചോദ്യം വന്നത് എവിടെ നിന്നായിരിക്കാന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ചോദ്യം വരുന്നത് എവിടെന്നാ? പുതിയ SCERT. പുതിയ SCERT 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ്. അത് പഴയ SCERT ഉണ്ട്. ഈ കണ്ടന്റ് പഴയ SCERT ഇതുപോലെ തന്നെ ഉണ്ട്. പഴയ SCERT നമ്മുടെ പഴയ SCERT 10ാം ക്ലാസ്സിൽ വിവിധ ചാപ്റ്ററുകളിലായിട്ട് കിടന്ന എല്ലാം കൂടെ സംയോജിപ്പിച്ച് ഒറ്റ ചാപ്റ്ററിലേക്കൊക്കെ തന്നേക്കുന്നതാണ്. അല്ലെങ്കിൽ 10ലും അതിനു മുമ്പൊക്കെ കിടന്നേക്കുന്ന കുറെ ചാപ്റ്ററിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ ചാപ്റ്റർ ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ അല്ല മൂന്നാമത്തെ വായിച്ചു നോക്കിക്കോ. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. എന്തിലാ? അഭിവഹനം. അപ്പൊ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയ അഭിവഹനമാണ്. വളരെ ശരിയാണ്. ബാക്കിയുള്ളതൊന്നും നോക്കേണ്ട കാര്യം പോലും ഇല്ല. ഇവിടെ ഓരോന്നും ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള താപചാലനവും സംവഹനവും ഒക്കെ അതുപോലെ തന്നെ തന്നിരിക്കുന്നു. അപ്പൊ ഓരോന്നും പറഞ്ഞ് പഠിപ്പിക്കുകയല്ല, സോഴ്സ് ഒന്ന് മനസ്സിലാക്കി തരികയാണ്. ഇവിടുന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കുകയാണ്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ട്രോപ്പോസ്ഫിയറിലെ ഒരു പ്രത്യേകതയാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ക്രമമായി തറയിൽ നിന്ന് നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ ഉയരത്തിലേക്ക് പോകും തോറും താപം കുറഞ്ഞു വരും, അല്ലെങ്കിൽ താപനില കുറഞ്ഞു വരും. അതിന് ശരിയായ ഉത്തരം ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു എന്നുള്ളതാണ്. ഇതെവിടെന്നാ വന്നേക്കുന്നത്? നമ്മൾ അന്തരീക്ഷ പാളികളെ കുറിച്ചും ഭൂമിക്കകത്തെ ഘടനയെ കുറിച്ചും ബേസിക് ആയിട്ട് പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്, 7th സ്റ്റാൻഡേർഡിലാണ്. 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ 7th സ്റ്റാൻഡേർഡിലെ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാണാം. നോക്കുക, ട്രോപ്പോസ്ഫിയറിലെ ഒരു പ്രധാന സവിശേഷത, ഏറ്റവും മൂന്നാമത്തെ പാരഗ്രാഫ്, ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവിടെ വൃത്തിക്ക് എന്താണോ തന്നേക്കുന്നത് അതേ സെന്റൻസ് തന്നെ എടുത്തിട്ടാണ് ചോദ്യകർത്താവ് ചോദ്യവുമായിട്ട് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ സോഴ്സ് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി. അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മൾ നോക്കി, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥ പ്രദേശം ഏതാണ്? നിത്യഹരിത വനങ്ങൾ കണ്ടുവരുന്ന ഏതാണ്? ഇത് 10th പ്രിലിംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊക്കെയാണ്. നമുക്ക് നോക്കാം. ഡിഗ്രി പ്രിലിംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നിത്യഹരിത വനമേഖലകൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ്? അപ്പൊ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. കാലാവസ്ഥയ്ക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പുതിയ SCERT 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അതിനുശേഷം ഒരു ചാപ്റ്റർ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അതായത് മരുഭൂമികളിലെ കാലാവസ്ഥയും അതുപോലെ എക്സ്ട്രീം ആയിട്ട് തണുപ്പുള്ള സ്ഥലത്തെ കാലാവസ്ഥയും രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇവിടെ
തന്നേക്കുന്നത് ശരിക്കും നമ്മുടെ രണ്ടാമത്തെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായത്തിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ അധ്യായത്തിലെ കാറ്റിനെ കുറിച്ചും അതുപോലെ താപം പ്രസരിക്കുന്നതിനെ കുറിച്ചും അന്തരീക്ഷത്തിലെ ഈ നീരാവിയെ കുറിച്ചും ഒക്കെ പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ, മൊത്തം നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, 2ാമത്തെ ചാപ്റ്ററിൽ കാലാവസ്ഥയാണ്. നിത്യഹരിത വനമേഖലകൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖാ പ്രദേശം. എന്തുകൊണ്ട് അത് ഉത്തരാവും? നിത്യഹരിത വനമേഖല എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. നല്ലതുപോലെ സ്ഥിരമായി മഴ ലഭിച്ചാലാണ് എപ്പോഴും പച്ചപ്പും ഹരിതാഭയും നിലനിർത്താൻ അവിടുത്തെ വനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശത്തിന്റെ പ്രത്യേകത, എല്ലാ ദിവസവും അവിടെ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് പെയ്യുന്ന മഴയെ നമ്മൾ ഉച്ചലിത വൃഷ്ടി എന്നോ സംവഹന വൃഷ്ടി എന്നോ ഇനി അതും അല്ലെങ്കിൽ 4 മണി മഴ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ സംവഹന മഴയൊക്കെ കാണപ്പെടുന്ന പ്രദേശത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നോക്കുക. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ ഈ അവസാന ഭാഗത്തേക്ക് നിങ്ങൾ കണ്ണോടിക്കുക, അപ്പോൾ മനസ്സിലാവും. സംവഹന മഴയെ കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തു ഓർക്കുന്നില്ലേ? 1ാമത്തെ ചാപ്റ്ററിൽ വിവിധ തരം മഴകളെ കുറിച്ച് പറയുന്നുണ്ട്. സംവഹന മഴ, പർവ്വത വൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ഈ സെന്റൻസിൽ നിന്നാണ് ചോദ്യകർത്താവ് ഈ ചോദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് അവിടെ വിന്ററിലെ മഴയുള്ളൂ, അല്ലെങ്കിൽ ശൈത്യകാലത്തിലാണ് അവിടെ കൂടുതൽ മഴ പെയ്യുക. നിത്യഹരിത വനങ്ങൾക്ക് പോസിബിലിറ്റി ഇല്ല. സവന്ന കാലാവസ്ഥാ പ്രദേശവും അതുപോലെ മഴ ലഭിക്കുന്ന പ്രദേശമല്ല. തുന്ദ്ര കാലാവസ്ഥാ പ്രദേശവും അങ്ങ് ധ്രുവങ്ങളോട് അടുത്ത് നിൽക്കുന്ന കാലാവസ്ഥാ മേഖലയാണ്. അവിടെയും ഇതുപോലെ മഴ ലഭിക്കുന്ന പ്രദേശമല്ല. മഞ്ഞുവെയിലൊക്കെയാണ് പിന്നെയും ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതും നമ്മൾ സോഴ്സ് മനസ്സിലാക്കി ഓരോ ചാപ്റ്ററിനും ചോദ്യം വരുന്നത് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത 10th പ്രിലിംസിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഇപ്പോഴത്തെ SCERT ഒരു പ്രത്യേകത, പണ്ടൊക്കെ വേൾഡ് ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ സെപ്പറേറ്റ്, ഇന്ത്യൻ ജോഗ്രഫിക്ക് വേണ്ടി ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. പുതിയ SCERT പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിലെ ചാപ്റ്ററുകൾ പരിശോധിച്ചാൽ നമ്മുടെ ഉത്തരപർവ്വത മേഖലയ്ക്ക് എന്താ പറയാ, ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ കുറച്ച് ഭൂരൂപങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. കുറച്ച് ഭൂരൂപങ്ങൾ ഇത് വേൾഡ് ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്ന, അല്ലെ ജനറൽ ജോഗ്രഫി നമ്മൾ പഠിക്കുന്ന. ഇതുപോലെ ഉത്തരമഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് നമുക്ക് ഭൂരൂപങ്ങൾ പഠിക്കാനുണ്ട്. അവിടെയാണ് നിങ്ങൾ മിയാൻഡറിങ്, ഓക്സ്ബോ തടാകങ്ങളൊക്കെ ആ ഭാഗത്തായിരിക്കും പഠിക്കുക. ഇതുപോലെ മരുഭൂമിയൊക്കെ പഠിക്കുമ്പോൾ അവിടെയുള്ള കുറെ ശിലകളുടെ കാര്യമുണ്ട്. ഗ്രാനൈറ്റിനെ കുറിച്ചും നൈസിനെ കുറിച്ചും ഷിസ്റ്റിനെ കുറിച്ചും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്താ വന്നേക്കുന്നത്. പണ്ടത്തെ പോലെ ഇന്ന വേൾഡ് ജോഗ്രഫി പഠിക്കാൻ ഇന്ന ചാപ്റ്റർ, ഇന്ത്യൻ ജോഗ്രഫിക്ക് ഇന്ന ചാപ്റ്റർ അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ 9ാം ക്ലാസ്സിൽ പറ്റത്തില്ല. മൊത്തത്തിൽ നമ്മൾ പഠിക്കണം. അപ്പൊ അവിടെ നിന്നുള്ളൊരു ചോദ്യമാണ്, മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സംയോജക സീമകളിൽ അവിടെ അത് സ്ട്രൈക്ക് ആയാൽ തന്നെ ഇവിടെ നമുക്ക് ഏകദേശം ചെയ്യാനായിട്ട് പറ്റും. നോക്കേ, സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി, സംയോജക സീമ എന്ന് പറഞ്ഞാൽ 2 ശിലാഫലകങ്ങൾ പരസ്പരം സംയോജിക്കുന്ന, അടുത്ത് വരുന്ന ആ പരിപാടി വിളിക്കുന്ന പേരാണ്. അങ്ങനെ സംയോജിക്കുന്ന ശിലാമണ്ഡല മേഖലകളിൽ അവിടെ ഇവിടെയുള്ള ഈ പറയുന്ന ശിലകളൊക്കെ മടങ്ങി, ഈ ശിലകൾ ഇങ്ങനെ മടങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് വലനം. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് അല്ലെങ്കിൽ മടങ്ങലുകൾ സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മടക്ക് പർവ്വതം. ഈ സ്റ്റേറ്റ്മെന്റ് വളരെയധികം ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2ാമത് നോക്കാം. കാര്യം ഇവിടെ ഒന്ന് മാത്രം എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഡി ഇവ എല്ലാം എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളത് വായിക്കാതെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. വിയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി, വിയോജക സീമകളിൽ എന്ന് പറഞ്ഞാൽ 2 പേരും അകന്നു പോകുന്നതാ. അവിടെ ശിലാപാളികൾക്ക് സമ്മർദ്ദമില്ല, കംപ്രഷൻ ഉണ്ടാവില്ല. ഒരു ടെൻഷൻ, ഒരു വലിവായിരിക്കും അനുഭവപ്പെടാൻ ചാൻസ് ഉള്ളത്. സമ്മർദ്ദം അനുഭവപ്പെടത്തില്ല. വലിഞ്ഞു പോകുന്നതിന്റെ ഒരു സ്ട്രെയിൻ, അങ്ങനെ സാധനമൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ 2ാമത്തെ വരികയില്ല. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം 1 മാത്രമേ ഇവിടെ ഉത്തരം ശരിയാവത്തുള്ളൂ. ഉത്തരം ശരിയാവത്തുള്ളൂ. കാര്യം 3ാമത്തേം തെറ്റായിരിക്കും. ഛേദക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി. ഛേദക സീമ എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റുകൾ ഇങ്ങനെ തെന്നി മാറുന്നതിനെ വിളിക്കുന്ന പേരാ. അവിടെ സമ്മർദ്ദമില്ല. സംയോജിക്കുമ്പോഴാണ് സമ്മർദ്ദം ഉള്ളത്, അല്ലാതെ വിയോജിക്കുമ്പോഴോ ഇങ്ങനെ തെന്നി മാറുന്ന ഛേദക സീമകളിലോ ഉണ്ടാവില്ല. ഇത് കറക്റ്റ് പറഞ്ഞേക്കുന്ന എവിടെയാ? ഇത് 9ാം ക്ലാസ്സിലെ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ, വലിയ ചാപ്റ്റർ, അതിനകത്ത് നോക്കിക്കോ സെന്റൻസ്. സംയോജക സീമകളിൽ സംയോജക സീമകളിൽ
ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് വടക്ക് പർവ്വതങ്ങൾ. ഈ സെന്റൻസിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചോദ്യമാണ്. ആ സെന്റൻസിനെ തിരിച്ചും മറിച്ചും മാറ്റി ഒന്ന് വേറെ ഓപ്ഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്മെന്റും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 10th പ്രിലിംസിലെ ഒരു ചോദ്യം നമ്മൾ കണ്ടു. പ്യുവർ SCRT, പുതിയ SCRT കണ്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതും 10th പ്രിലിംസിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ദിസ് ഇസ് ഓൾസോ ഫ്രം 10th പ്രിലിംസ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ജസ്റ്റ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന്റെ സോഴ്സ് ഒന്ന് കാണിക്കാൻ വേണ്ടി 1-2 ചോദ്യങ്ങൾ എടുക്കുന്നതാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു തന്നേക്കുവാണ് ലോക്തക്ക്. ലോക്തക്കിൽ ഒരു ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനെ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്, ഒഴുകുന്ന ദേശീയോദ്യാനം എന്നൊക്കെ വിളിക്കാം. അതിന്റെ പേര് ഡച്ചികം അല്ലാതെ ആ ഭാഗത്തല്ല. ദിബ്രു സെക്കോവ, പിന്നെ നമുക്ക് സംശയം തോന്നാം. ഹെമിസ് ആ ഭാഗത്തല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ പറ്റുന്ന ഉത്തരം എന്ന് പറയുന്നത് ഏതാ? കേബിൾ ലംജാവോ ആണ്. കേബിൾ ലംജാവോ പണ്ട് തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇത് വളരെ റെയർ ആയിട്ടുള്ള ചോദ്യം ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഒരു ബോക്സിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു ബോക്സ് കേബിൾ ലംജാവോ, ചലിക്കുന്ന ദേശീയോദ്യാനം, ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന ഹെഡിങ്ങോടുകൂടി ഒരു സംഗതി ഉണ്ട്. ഇതിൽ കണ്ടോ സ്റ്റേറ്റ്മെന്റ്, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ സെന്റൻസിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യം, ഒന്നാമത്തെ സെന്റൻസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് എടുത്തേക്കാണ്. ഇനി ഇവിടെ ഈ ചെറിയ തുരുത്തുകൾ ഉണ്ടാവാറുണ്ട്. ഈ സസ്യാവശിഷ്ടങ്ങളൊക്കെ പൊങ്ങിക്കിടന്ന് അങ്ങനെ രൂപപ്പെടുന്ന തുരുത്തുകൾ, അതിനെ വിളിക്കുന്ന പേരായിരിക്കാം ഒരു പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് പുംടികൾ കാണപ്പെടുന്നത് ഏത് തടാകത്തിലാണ്, പുംടികൾ ഉള്ളത് ഏത് നാഷണൽ പാർക്കിലാണ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം വരാം. പുംടികൾ ഉള്ളത് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ്, അങ്ങനെ ചോദ്യം വരാം. ലോക്തക്ക് ഏത് സംസ്ഥാനത്താണ്. അപ്പൊ ഇനിയുള്ള ഈ ബോക്സുകൾക്കൊക്കെ നല്ല പ്രാധാന്യം നമ്മൾ കൊടുത്താലേ പറ്റത്തുള്ളൂ. സോ ദിസ് ഇസ് ഓൾസോ ഫ്രം പുതിയ SCRT നമ്മൾ കണ്ടു. അടുത്ത ബാരാലാസ്ല, ഇതും 10th പ്രിലിംസിന്റെ ക്വസ്റ്റൻ ഒക്കെയാണ്. ബാരാലാസ്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബാരാലാച്ച ചുരം നേരത്തെ പഠിച്ചിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ആൻസർ എവിടെയാ? ബാരാലാസ്ല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശില്. ഇത് ഈ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പറയുന്ന ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഹിമാലയത്തിന്റെ പ്രാദേശിക ഡിവിഷൻസ് ഉണ്ട്. ഹിമാലയത്തിന്റെ പ്രാദേശിക, ഞാൻ പഠിപ്പിക്കുന്നതല്ല, ഹിമാലയത്തിന്റെ പ്രാദേശിക ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹിമാലയം എന്ന് കരുതുക. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്ക് 3 പേരുള്ളത്. ഇതിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഏറ്റവും ഇടതുഭാഗത്തുള്ളതിനെ വിളിക്കുന്ന പേര് പടിഞ്ഞാറൻ ഹിമാലയം, ഏറ്റവും ഇവിടെയുള്ളതിനെ നമുക്ക് കിഴക്കൻ ഹിമാലയം എന്ന് വിളിക്കാം, നടുക്കുള്ളതിനെ മധ്യ ഹിമാലയം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ഇതിൽ പടിഞ്ഞാറൻ ഹിമാലയത്തെ 3ആയിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ആളെ കശ്മീർ ഹിമാലയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്, അതായത് കശ്മീർ ഹിമാലയം എന്ന് പറഞ്ഞാൽ ലഡാക്ക് കശ്മീർ ഭാഗത്തുള്ളതാ. പിന്നെ ഹിമാചൽ പ്രദേശിലുള്ള ഹിമാലയത്തെ ഹിമാചൽ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡിലുള്ള ഹിമാലയത്തെ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ 3 ഡിവിഷനുകളാണ് ഏതൊക്കെ? കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൽ ഹിമാചൽ ഹിമാലയത്തെ 2 പ്രധാന ചുരങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചുരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. നോക്കിയേ, ഇത് ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്ന ഭാഗം ഈ ചാപ്റ്ററിലെ. അതില് ഹിമാചൽ പ്രദേശില് നിങ്ങൾ നോക്കിക്കോ, ഈ ഭാഗത്ത് കാണാം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ച പാസ്. ഇനി കുളു താഴ്വരയെ ലഹൂൽ സ്പിതി വാലികളുമായി ബന്ധിപ്പിക്കുന്ന റോത്തങ് പാസ്. റോത്തങ് പാസിനെ കുറിച്ചും ബാരാലാച്ച പാസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ബാരാലാച്ച പാസിനെ ആള് പിക്ക് ചെയ്തു. പിന്നെ ലഡാക്കും, ഇനി ആരെയൊക്കെയാണ് ഈ ചുരം ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിക്കാൻ ഇത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല. എളുപ്പമായിട്ട് ഏത് ഭാഗത്താണ്, ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ച് ചോദ്യകർത്താവ് നിർത്തിയിരിക്കുന്നു. ചുരങ്ങൾ വളരെ, ഇവിടുന്ന് ഒരു ചോദ്യകർത്താവിന് എളുപ്പം പിക്ക് ചെയ്യാൻ തോന്നുന്ന, ഭയങ്കര ടെംപ്ടേഷൻ തോന്നുന്ന ഒരു സാധനമാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയും വേണേൽ ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന 10th പ്രിലിംസിന്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന അടുത്ത ചോദ്യം, ചുരത്തിനെ കുറിച്ച് 2 ചോദ്യം വന്നു. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല പഴയ സിൽക്ക് റൂട്ട്, ചൈനയും ഇന്ത്യയും തമ്മിൽ സിൽക്ക് റൂട്ട്, സിൽക്ക് ട്രേഡ് ഒക്കെ ഉണ്ടായി നടത്തിയിരുന്ന പട്ടുപാത എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു പാസാണ്. നമുക്ക് ഉത്തരം പറയാം. ഉത്തരം ഏതാ? ഉത്തരം ഉറപ്പായിട്ടും പറയാം, സിക്കിമിലാണ് നാഥുല ചുരം ഉള്ളത്. സിക്കിമിന്റെ ഭാഗമായിട്ടാണ് നാഥുല പാസിനെ നമ്മൾ പഠിക്കാറുള്ളത്.
ഇനി സിക്കിമിന്റെ ഭാഗമായിട്ടുള്ള ഹിമാലയത്തെ അല്ലെങ്കിൽ സിക്കിം ഒക്കെ ഉൾപ്പെടുന്ന ഹിമാലയം മധ്യ ഹിമാലയം എന്നാണ് നമ്മൾ വിളിക്കുക. ആ മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും നേപ്പാളിലാണ്, ഇന്ത്യയിൽ കുറച്ചേ ഉള്ളൂ. ഇന്ത്യയിൽ കുറച്ചുള്ളത് അങ്ങ് സിക്കിമിലും പിന്നെ വെസ്റ്റ് ബംഗാളിന്റെ കുറച്ച് ഭാഗത്തുമാണ്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ കാളി നദി മുതൽ തീസ്റ്റ നദി വരെയുള്ള ഭാഗമാണ്. അതായത് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്തില്ലേ, ഇതിൽ കാളി നദി എന്ന് പറയുന്നത് ഇതാണ് തീസ്റ്റ റിവർ. ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗമാണ് മധ്യ ഹിമാലയം. ഇതിന്റെ ഭൂരിഭാഗവും ഇത് നേപ്പാൾ ഭാഗമാണ്. പിന്നെ കുറച്ചു ഭാഗം ഇവിടെ സിക്കിമും കുറച്ച് വെസ്റ്റ് ബംഗാളൊക്കെ കയറി വരും. അങ്ങനെയാണ് ആ ഭാഗം സ്ഥിതി ചെയ്യുക. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മധ്യ ഹിമാലയത്തിലെ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗും ഉള്ള പ്രദേശങ്ങളൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളത്. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിലാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതില് ഇനി ചോദ്യം വരുന്നത് മൗണ്ട് എവറസ്റ്റ് എവിടെയാന്നുള്ള ചോദ്യം ആവർത്തിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ ചുരത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഉണ്ടെന്നാണ്. നാഥുല ചുരത്തിന്റെ ചോദ്യം ഈ ഭാഗത്ത് നിന്നാണ് വന്നേക്കുന്നത്. സെയിം ചോദ്യകർത്താവ് പേജുകൾ മറച്ചു നോക്കുന്നു, ചോദ്യം ഇടുന്നു, അത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ചുരവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം 10th പ്രിലിംസിന്റെ സ്റ്റേജ് 2 ഈ ഫോണ്ട് മാറുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് 2ാമത്തെ സ്റ്റേജ് ആയിരുന്നു. അവിടെ ഒരു ചോദ്യം വന്നാണ്, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. ഇവിടെ പറഞ്ഞിരിക്കുന്ന നാഥുല ചുരം ഒഴിച്ച് വേറെ ഒരു ചുരത്തിന്റെ പേരും ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ നാഥുല ഒഴിച്ച് വേറെ ഒരു ചുരത്തിന്റെ പേരും നമ്മുടെ പുതിയ SCERT തന്നിട്ടില്ല. പുതിയ SCERT ഈ ചാപ്റ്റർ, ഉത്തരപർവ്വത മേഖലയുടെ ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് അരിച്ചു പെറുക്കിയാലും ഇത് തന്നിട്ടില്ല. ഈ ചോദ്യം വന്നേക്കുന്നത് സുഹൃത്തുക്കളെ പഴയ SCERT നിന്നാണ്. ഇതിന്റെ സോഴ്സ് പഴയ SCERT ഒരു ടേബിളാ. ഇഷ്ടംപോലെ ചോദ്യം PSC നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. പഴയ ഓൾഡ് SCERT ടേബിൾ ആണ്. ഏത് ചാപ്റ്റർ? ഓൾഡ് SCERT 10th സ്റ്റാൻഡേർഡ്. ഏതാ? വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫിക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആ ടേബിൾ കാണിച്ചു തരാം. ഉത്തരം ഏതാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാലോ. ഹിമാചൽ പ്രദേശും ടിബറ്റും തമ്മിൽ ബന്ധമുള്ളത് ഷിപ്കില ചുരമാണ്. നാഥുല സിക്കിമിന്റെ ഭാഗത്താണ്. സോജില എന്ന് പറയുന്നത് നമ്മുടെ കശ്മീർ ഭാഗത്താണ്. ലിപുലേക്ക് ഉത്തരാഖണ്ഡ് ഭാഗത്താണ്. ഉത്തരം ലിപ്പിൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. ഉത്തരാഖണ്ഡിനെ അങ്ങ് ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ലിപുലേക്ക് ചുരം എന്നൊക്കെ പറയുന്നത്. സോജില എന്ന് പറയുന്നത് നമ്മുടെ കശ്മീരിലുള്ള കാർഗിലൊക്കെ ആയിട്ടുള്ള കണക്ഷൻ ആയിട്ട് പറയുന്ന ചുരമാണ്. ഇനി നാഥുല പാസ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ സിക്കിമിലെ പാസ് ആണ്. സിക്കിം ടു ടിബറ്റ് അല്ലെ സിക്കിം ടു ചൈന നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഈ ബോക്സ് കണ്ടോ, ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും. ലിപുലേക്ക് ഉത്തരാഖണ്ഡ്, ടിബറ്റ് നമ്മൾ പറഞ്ഞു. ഷിപ്കില ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. സോജില ശ്രീനഗർ, കാർഗിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്. നാഥുല സിക്കിം, ടിബറ്റ്. ഇതിനൊക്കെ പകരം നിങ്ങൾ നോക്കണം പുതിയ SCERT ലിപുലേക്കിന് പകരം ഉത്തരാഖണ്ഡ് ഭാഗത്ത്, അതായത് ലിപുലേക്കിന്റെ ഒരു കേസ് ഉത്തരാഖണ്ഡ് ഭാഗത്ത് അങ്ങനെ ചുരങ്ങൾ പോലും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഷിപ്കില ഹിമാചൽ പ്രദേശിൽ പകരം പറഞ്ഞിരിക്കുന്നത് ബാരാലാച്ച ചുരവും റോത്തങ്ങും ആണ് പകരം പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്രീനഗർ ഭാഗത്ത് ഇതിന് പകരം ഈ പ്രാവശ്യം തന്നിരിക്കുന്ന ചുരം ബനിഹൽ പാസ് ആണ്. പീർപ്പാഞ്ചലിലൂടെ പോകുന്ന ബനിഹൽ പാസ് ആണ് പുതിയ SCERT ഉള്ളത്. നാഥുല പഴയതിലും പുതിയതിലും ഉണ്ട്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ പഴയതിൽ നിന്നും ചോദ്യം വരാം. ഇവിടെ ഉത്തരം ഷിപ്കിലയാണ് നമ്മൾ എഴുതി. പഴയ SCERT നിന്നും ചോദ്യങ്ങൾ വന്നുകൂടാ എന്നില്ല. അപ്പൊ ഇത് അതിനൊരു തെളിവാണ്. പഴയ SCERT വന്ന ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ പഴയത് ഒന്ന് നോക്കണം. പുതിയതിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്. ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നത് പുതിയതിൽ നിന്ന് തന്നെയാണ്. നമ്മൾ തെളിവുകൾ കണ്ടു. പക്ഷെ പഴയ SCERT നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നുകൂടാന്നില്ല. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്കതിനെ നേരിടണമെങ്കിൽ അതും അറിഞ്ഞിരിക്കണം. അപ്പോ പുതിയ SCERT മാത്രം നോക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഈ സോഴ്സുകളെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഫൈനൽ ഒന്ന് ഓവർവ്യൂ പറയാനുള്ളത്, നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് പുതിയ SCERT പഠിക്കുന്നു. പുതിയ SCERT നമ്മൾ നല്ലതുപോലെ പഠിക്കുന്നു. പഴയ SCERT നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നു. പുതിയതൊക്കെ വായിച്ചിട്ട് പഴയത് മറച്ചുവിടാൻ ഭയങ്കര എളുപ്പമാണ്. കുറച്ച് പോയിന്റുകളൊക്കെ വ്യത്യാസപ്പെട്ടൊക്കെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ എക്സ്ട്രാ ഉണ്ടാവത്തുള്ളൂ. ഇതുപോലെ ചുരങ്ങളുടെ എങ്ങനെയൊക്കെ അത് നമ്മൾ ഹൃദ്യസ്ഥമാക്കുന്നു.
ഇത് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ നമ്മൾ ഇതുകൊണ്ട് രക്ഷപ്പെട്ടു പോകും. പക്ഷെ ചിലപ്പോൾ ചോദ്യകർത്താക്കൾ NCERT-യിൽ നിന്നും ചോദ്യം ഇടാറുണ്ട്. അങ്ങനെ NCERT-യിൽ ഇടയ്ക്ക് ചോദ്യം അത് എപ്പോഴും വരാറില്ല, പക്ഷെ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വരുന്നത് കുറച്ചുകൂടെ റയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ നിങ്ങൾ ഈ SCERT കവർ ചെയ്തതിനു ശേഷം NCERT കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അന്നേരം നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. പുതിയ SCERT കുറെയൊക്കെ NCERT പോയിന്റുകളെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയേക്കുന്ന. അപ്പൊ പുതിയ ഈ SCERT-കളൊക്കെ വായിച്ചിട്ട് നമ്മൾ NCERT ടെക്സ്റ്റിലേക്ക് പിന്നെയും നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമൊക്കെ കുറെ അവിടെ കാണാൻ പറ്റും. എക്സ്ട്രാ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയാണ്. ആദ്യമേ കയറി NCERT വായിക്കാനൊന്നും ശ്രമിക്കരുത്. കൂടുതലും SCERT ഒന്ന് പഠിച്ച് നല്ല ബേസ് സെറ്റ് ആക്കിയതിനു ശേഷം പിന്നെ നമുക്ക് NCERT നോക്കാം. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഇടയ്ക്കൊക്കെ കയറി വരുന്ന ചോദ്യങ്ങളും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യകർത്താവ് എപ്പോഴും പിക്ക് ചെയ്യുന്ന സോഴ്സ് ഏതാണെന്ന് വ്യക്തമായി നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അത് ആദ്യം കവർ ചെയ്യുക. അത് കവർ ചെയ്ത് എങ്ങനെ ചോദിച്ചാലും ഇവിടെ നിന്നുള്ള സാധനമാണെങ്കിൽ ഞാൻ ചെയ്യുമെന്നുള്ള സെറ്റപ്പ് ലെവലിലേക്കൊക്കെ നമ്മളൊന്ന് നമ്മുടെ പഠന നിലവാരത്തെ ഉയർത്തുക. അങ്ങനെ എക്സാമുകളൊക്കെ ഒന്ന് അഭിമുഖീകരിക്കുക. ഇതുപോലെ എത്ര എക്സാമുകൾ വരുന്നു, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്ര എക്സാമുകളിൽ ആവർത്തിച്ചു വരാം. അപ്പൊ ഒരു തവണ ഒന്ന് സെറ്റ് ആക്കുന്നത് ഒരൊറ്റ പരീക്ഷയെ മാത്രം മുൻനിർത്തി ആയിരിക്കുകയല്ല. ബട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ പരീക്ഷകളിലും നിങ്ങളെ സഹായിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇതൊക്കെ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുക. എല്ലാവിധ ആശംസകളും. ഇനിയും ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. വ്യത്യാസമുള്ള സോഴ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും പഠനം ഉഷാറാവട്ടെ. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും. ബൈ.